മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള എൽ.പി. സ്കൂളുകളായ ഗവൺമെന്റ് എൽ.പി.ജി.എസ്. മലയൻകീഴ്, എൽ.പി.ബി.എസ്. മലയൻകീഴ്, മച്ചേൽ എൽ.പി.എസ്., ഈഴക്കോണം എൽ.പി.എസ്. മഞ്ചാടി എന്നീ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു. പഞ്ചായത്തുതല പ്രവേശനോത്സവം മലയൻകീഴ് ഗവൺമെന്റ് എൽ.പി.ജി.എസ്.ൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി നിർവഹിച്ചു. അക്ഷരമധുരം മഴവിൽ നൽകാൻ ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവിൽ നൽകാൻ ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന വിളിക്കോടുകളിൽ കൗതുകലോകം വരവായി, പ്രകൃതി പകർന്നൊരു വിസ്മയബുദ്ധിരളിക്കുകയായപ്പോൾ കേരളം മണ്ണേ കവിയൊളി ചിന്തിയ കഥകൾ പലതുമറിഞ്ഞിട. പ്രകൃതി പകർന്നൊരു വിസ്മയബുദ്ധിരളിക്കുകയായപ്പോൾ കേരളം മണ്ണേ കവിയൊളി ചിന്തിയ കഥകൾ പലതുമറിഞ്ഞിട. എവിടെ പോകാൻ വേണ്ടി? ആണോ? സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണോ? ആണോ? സ്കൂളിൽ പോയി എന്തൊക്കെ കിട്ടും? പൈസ കിട്ടൂ? പ്രൈസൊക്കെ കിട്ടും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി. ഞങ്ങൾക്ക് എല്ലാവരും ഒന്നടങ്കം, ജീവനക്കാരും അധ്യാപകരും ഒന്നടങ്കം പറഞ്ഞത് നമുക്ക് മുൻപിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രഥമാധ്യാപകരെ നമുക്ക് വിളിക്കണമെന്നാണ്. 1-2 പേരുടെ വീടുകളിൽ പോയിരുന്നു. ചിലർക്കൊക്കെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് ഒരു 3 വർഷം കൂടി ആകുമ്പോൾ നമ്മൾ 100ാം വാർഷികം നമ്മുടെ സ്കൂളിൻ്റെ ആഘോഷിക്കും. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഥമാധ്യാപകരെയും ഞങ്ങൾ ക്ഷണിക്കും. അവരുടെ എല്ലാം കൈകളിലൂടെയാണ് ഈ പൊതുവിദ്യാലയം ഇത്ര മനോഹരവും ഇത്ര വിഭവ സമർത്ഥവും ഇത്ര വിജ്ഞാന 24-25 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ കണ്ട സ്കൂളല്ല ഇപ്പോൾ. ഈ സ്കൂളിൽ ഇപ്പോൾ പുതിയൊരു മാറ്റവും പുതിയൊരു തേജസ് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. ആ ഷെഡിലെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ കയറി വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് പോവുക. കാരണം വട്ടക്കൂടാതെ എന്നുള്ള ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൽ ഈ സ്കൂളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് സത്യം നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ള കുട്ടികളെന്നറിയാമോ? ഞാൻ നോക്കിയപ്പോൾ ഹോളില് ഇഷ്ടംപോലെ ഫാന്, നല്ല സ്ഥലം, ഒരു പൊടിയില്ല. പണ്ടത്തെ കാലത്താണെങ്കിലേ കുഞ്ഞുങ്ങൾ രാവിലെ വന്നാൽ പ്രാവിൻ്റെ കാഷ്ടം കിടക്കും. മിടുക്കരായ കുട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ ആ ബെഞ്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ വെയിലാവാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? കുറേ പേര് മല്യമാരാണെങ്കിലും മേടിക്കും. എന്നിട്ട് രാവിലെ വന്ന് ഇതെല്ലാം വൃത്തിയാക്കണം. PT ഉണ്ടെങ്കിലും ശരി, അവരവരുടെ ക്ലാസ് അവരവർ തന്നെ വൃത്തിയാക്കണം. സജ്ജീകരിച്ചപ്പെട്ട് അതിന്റെ പണികൾ പൂർത്തിയാക്കി വരികയാണ്.
2 മാസം കൊണ്ട് കൂടെ കഴിയുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി രക്ഷിതാക്കൾ ഈ നാട്ടിലുള്ളതിൻ്റെ തെളിവാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളുടെ വലിയൊരു നിര. പ്രിയമുള്ളവരെ, സൂചിപ്പിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന ഈ കൂട്ടം ഈ വിദ്യാലയത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ രൂപീകരണത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന് മാത്രമാണ് ബഹുമാനരായിട്ടുള്ള ഓരോ രക്ഷിതാക്കളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ സന്ദർശിക്കുകയും ഇവിടെ നടക്കുന്ന ദൈനംദിനമായ പ്രവർത്തനങ്ങളിൽ രക്ഷകർത്താക്കളുടെ ഇടപെടലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ വലിയ കൂട്ടം വരും കാലങ്ങളിലെ സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘമായ ഒരു സംസാരം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ നല്ല കുട്ടികളായിട്ട് വളർന്ന് നല്ല മനുഷ്യരായിട്ട് മാറണം. നല്ല ഡോക്ടറും നല്ല എഞ്ചിനീയറും നല്ല കർഷകനും നല്ല എന്തായാലും ഒരു നല്ല മനുഷ്യരായില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല കേട്ടോ. അതുകൊണ്ട് എന്ത് വേണം? ആദ്യം നല്ല മനുഷ്യനാവണം. അതിനുശേഷം വേണം ആരായിട്ട് മാറാൻ? നല്ല ഡോക്ടറാവണം, നല്ല എഞ്ചിനീയർ ആവണം, നല്ല അധ്യാപകനാവണം, നല്ല കർഷകനാവണം, നല്ല ഡാൻസുകാരനാവണം. ഇല്ലേ? നിങ്ങളിവിടെ വന്നപ്പോ ഒരു പാട്ടൊക്കെ കേട്ടില്ലേ? നല്ല പാട്ട്, റാപ്പ് മ്യൂസിക് ഒക്കെ കേട്ടില്ലേ? കേട്ടോ? ഈ പാട്ടൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ട്. ഇവരോടൊക്കെ പറഞ്ഞ് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ അല്ലേ? അല്ലേ? നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ പേടിപ്പിക്കുകയാണ്, നിങ്ങളുടെ അച്ഛനെ കൊല്ലും അമ്മയെ കൊല്ലും അതുകൊണ്ട് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ? ചെയ്യരുത്. എന്താന്ന് പറയാം, നിങ്ങളുടെ അച്ഛനെ അമ്മയൊന്നും കൊല്ലാനൊന്നും ആർക്കും പറ്റൂല. അവർ ഭയങ്കര ശക്തിമാന്മാരാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആരോട് പറയണം? അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം. പറയോ? പറയൂടെ? ടീച്ചേഴ്സിനോട് പറയോ?